ഹലോ ഹലോ, ഞാൻ ഓഡിറ്റർ വാസു സംസാരിക്കുന്നത്. അതെയോ? രഘു സാറുണ്ടോ? ഞാൻ രഘുവ സംസാരിക്കുന്നത്. സാർ, നമ്മുടെ ഫാക്ടറിയിലെ ഓഫീസിലെ ഇൻകം ടാക്സ് റൈഡ് വരുന്നുണ്ടെന്ന് വിവരം കിട്ടി. സാർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഓഹോ, അങ്ങനെയോ? അതെ സാർ. നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ, ഞാൻ അങ്ങോട്ട് വരാം. എന്താ? IT റെയ്ഡ്, ഞാൻ ഉടനെ പോണം. ഞങ്ങളും നിങ്ങളുടെ കൂടെ വരട്ടെ? വേണ്ട, നിങ്ങൾ പതുക്കെ വന്നാൽ മതി. ഹൗ ഈസ് ഗീത? ഓക്കെ, ഷീസ് ഓൾ റൈറ്റ്. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. സോറി. അതിനെന്തിനാണ് സോറി പറയുന്നത്? നമ്മുടെ ഗോപാലിനെ പോലെ ടൺ മിസ്സായതാ. ഇന്നലെ എന്നെ അങ്ങ് നിരാശനാക്കി കളഞ്ഞില്ലടി മോളെ. ഇന്നിപ്പോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് ഡേ ആക്കാൻ പോകുന്നു എന്ന് മഹാരാജാവ് ഉത്തരവിടുന്നു. അത് നടക്കില്ലെന്ന് ഈ മഹാറാണി ഉത്തരവിടുന്നു. ഇപ്പോ മഹാരാജാവ് മഹാറാണിയെ ബലമായി വശപ്പെടുത്താൻ പോകുന്നു. അയ്യോ, എന്താ ഇത്? കഥവ് തുറന്നു നടക്കുന്നത് കണ്ടില്ലേ? സാർ, എക്സ്ക്ലൂസീവ് സാർ, ഡോർ ഓപ്പൺ. സാറേ, ഞാൻ അകത്തോട്ട് കമ്മിങ്. വരണം സാർ, വരണം. അകത്തേക്ക് കമ്മാകണം. ഗോപാൽജിക്ക് എന്ത് വേണം? അത് ഞാനല്ലേ സാർ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് എന്ത് എപ്പോ വേണമോ അപ്പോഴൊക്കെ തരണമെന്നാണ് എന്റെ ബോസിന്റെ ഓർഡർ. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ടെല്ലിങ്. എനിക്ക് കൂൾ ഡ്രിങ്ക്സ് മതി. വേഗം പോയി വാങ്ങിയിട്ട് പതുക്കെ വന്നാ മതി. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ആലോചിച്ചിട്ട് പറ. ഞാൻ പോയി വാങ്ങിയിട്ട് വരാൻ 2 മണിക്കൂർ കൂടുതൽ എടുക്കും. ഞങ്ങൾക്ക് അത് മാത്രം മതി. പോയിട്ട് വരാൻ 4 മണിക്കൂർ വേണമെങ്കിലും എടുത്തോ. വേഗം സ്ഥലം കാലിയാക്ക്. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. സാറ് കൂൾ ഡ്രിങ്ക്സ് മാത്രം മതിയെന്ന് പറഞ്ഞു. പെപ്സി ആണോ കൊക്കാണോ എന്ന് പറഞ്ഞില്ല. എന്റെ പൊന്നെ, നീ എന്ത് കുന്തെങ്കിലും വാങ്ങിട്ട് വാ. ഇവൻ പറഞ്ഞ മനസ്സിലാവില്ലേ? സാറേ, ഇവിടെ ജോലി ചെയ്യുന്ന അങ്ങനെ ഇവിടെ ഇല്ലേ സാറേ? അങ്ങേര് പുറത്തു പോയിരിക്കുക. നിങ്ങൾക്ക് എന്ത് വേണം? അയ്യോ, എന്തിനാ കരയുന്നേ? ഞാൻ എന്ത് പറയാനാ സാറേ? ആരോട് പറയാനാ സാറേ? എങ്ങനെ പറയാനാ സാറേ? എന്നാൽ എന്നോട് പറയണ്ട, വെളിയിൽ ആരോടെങ്കിലും പോയി പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഗോപാൽജി അങ്ങേർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. 3 മാസമായി എന്തെങ്കിലും അയച്ചു തന്നിട്ട്. ചെലവിന് ഞാൻ കഷ്ടപ്പെടുകയാണ്. എങ്ങനെ കഴിയാനാ സാറേ? കടം വാങ്ങി വാങ്ങി എനിക്ക് ഇരിക്കാൻ പുറത്ത് ഇല്ലാണ്ടായിരിക്കണം. ഒന്ന് സിനിമയ്ക്ക് പോകാനോ ബീച്ചിൽ പോകാനോ എന്തിനു ഹോട്ടലിൽ കയറി കാപ്പൊടിക്കാനോ കഴിയാതെ ഞാൻ കഷ്ടപ്പെടുന്നത് ആരോട് പറയാനോ എന്റെ സാറേ? ഓണത്തിന് ഇൻസ്റ്റാൾമെന്റിൽ എടുത്ത സാരിയും ബ്ലൗസും അവര് തിരികെ ചോദിക്ക, കാശ് കൊടുക്കാത്തോണ്ട്. ഈ കരച്ചിൽ നിർത്തുന്നുണ്ടോ? ഒരു പെണ്ണിന്റെ ദുഃഖം മറ്റൊരു പെണ്ണിനെ മനസ്സിലാവും. സാറിനോട് ഒന്നും പറയും മോളെ. അവനൊരുത്തൻ ഇംഗ്ലീഷ് പറഞ്ഞ് കഴുത്തിറക്കുന്നു, ഇവളാണെങ്കിൽ കരഞ്ഞ് കഴുത്തിറക്കുന്നു. ഇത് വലിയ കഷ്ടമാണപ്പാ. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? നിങ്ങൾ എന്തിനാ അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവര് പാവാ. നിങ്ങൾ വെളിയിലിരിക്കെ, നിങ്ങളുടെ കെട്ടിയവൻ വരും. വിഷമിക്കണ്ട മോളെ. ഈശ്വരൻ രക്ഷിക്കട്ടെ, സന്താന സൗഭാഗ്യം ഉണ്ടാകട്ടെ. ഓ, ഇങ്ങനെ ആയാ സന്താന സൗഭാഗ്യം ഉണ്ടായത് തന്നെ. ഇത് ഞാനാകെ മൂടോട്ടാ. വാ പോ. ഈ കടൽ നോക്കിയിരിക്കാൻ എന്ത് രസമാണല്ലേ? അത് നോക്കി. അതാ കണ്ടോ, നമുക്കൊരു തോണിയിൽ പോണം. യമുരലവല, നമുക്ക് പോ. നിങ്ങളാരാ? ഞാൻ രഘുവിന്റെ സ്നേഹിതൻ മാധവൻ. ഞങ്ങൾ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നാ. ഈ വീടൊന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നതാ. രഘു ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ പരിശോധന കഴിയുന്നവരെ നിങ്ങൾ സഹകരിക്കണം. ആ ബെഡ്റൂം ഒന്ന് സെർച്ച് ചെയ്യണം. ഓക്കെ സാർ. ഹലോ, എന്തുറക്കായത്? എഴുന്നേൽക്ക്. ആയിട്ടിൽ നിന്ന് വന്നവരെല്ലാം പോയോ? അവരൊക്കെ എപ്പോഴേ പോയി. എന്നാ നേരത്തെ വിളിക്കണ്ടേ?
നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. അത് നടക്കില്ല. ഇനി 3 ദിവസത്തേക്ക് ബ്രേക്ക് വിട്ടു. എന്റെ ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാ. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ വന്ന സമയം ശരിയില്ലെന്ന്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. നിങ്ങൾ എങ്ങനെയൊക്കെ അപ്സെറ്റ് ആയാലോ, ഇതൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതല്ലേ. കുറച്ച് വെള്ളം കൊണ്ടോ. എഴുന്നേക്കൂ, എഴുന്നേക്കാൻ. എന്തു പറ്റി? അതൊക്കെ ഒന്ന് പിടിച്ചേ. കിടന്നോളൂ. നിങ്ങൾക്ക് എന്താ പറ്റിയത്? 2 ദിവസമായി മയക്കത്തിലായിരുന്നു. നല്ല പനിയുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ സുഖം തോന്നുന്നുണ്ടോ? നന്ദി മോനെ, വളരെ നന്ദി. ഈ ബോധക്കേട് കൂടെ കൂടെ വരാറുണ്ട്. എന്താന്നറിയില്ല. ചിലപ്പോ ഞാൻ ചെയ്ത പാവമായിരിക്കും. വേറെന്താ പറയാ. പാവം ചെയ്തവർ ഇവിടെ ആരുണ്ട്? വിഷമിക്കണ്ട. ഒരു നല്ല ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാം. അതൊന്നും വേണ്ട. എന്നെ അങ്ങ് വേഗം മുകളിലേക്ക് വിളിച്ചാ മതിയായിരുന്നു. നല്ലൊരു ദൈവം വേഗം വിളിച്ചൊന്ന് പേരെങ്കിലും കിട്ടുമല്ലോ. എന്തിനാ വിരക്തിയോട് സംസാരിക്കുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ കുട്ടികള് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ? അതോ മറ്റു വല്ലതും ഉണ്ടോ? ഈ അനാഥന് ആരുമില്ല. ഇവര് ഈ ഫോട്ടോയിലുള്ളവർ എന്റെ അച്ഛനും അമ്മയും. അപ്പോ സുനിതയുടെ മോനാ നീ? അവരെവിടെ? എനിക്ക് 10 വയസ്സുള്ളപ്പോ അവരൊരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. മരിച്ചോ? എന്റെ അമ്മയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എല്ലാം പറയാം. എന്റെ അമ്മയെ മാത്രമല്ല, അവരുടെ ചേച്ചിയെ എനിക്കറിയാം. നിനക്കറിയാമോ മോനെ നിന്റെ വല്യമ്മച്ചിയെ? അറിയാം, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്തൊരു ബന്ധു. അവരുടെ സ്വഭാവം ശരിയില്ലായിരുന്നു. അവരെ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ മാനക്കേടായിരുന്നു. നിർത്തൂ. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. അവളൊരു ത്യാഗജ്വാല, സ്വയം എരിഞ്ഞടങ്ങിയ ഒരു മെഴുകുതിരി. ഇന്ന് നീ എന്റെ മുന്നിൽ നിന്നും സംസാരിക്കാൻ കാരണം അവളാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ അവരെ പറ്റി അറിയാം? നിങ്ങൾ ആരാ? അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ടാക്സി ഡ്രൈവറായിരുന്നു. നിന്റെ അമ്മയും മിനിയും ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിലേക്ക് ജോലി തേടി വന്നു. അപ്പോഴാ ഞാൻ ആദ്യമായി അവരെ കാണുന്നത്.